അങ്കൻവാടി പോകാനുള്ള നിപ്പാണ് ഇത്. ഹന്നമോളുടെ അങ്കൻവാടിയിലേക്കുള്ള ആദ്യത്തെ ദിവസമാണ്. കണ്ടില്ലേ മടി പിടിച്ച് എഴുന്നേക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് അങ്കൻവാടിയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്തായിരിക്കും? എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നത് ഹന്നമോൾ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ ദിവസമാണ്. എത്ര പെട്ടെന്നല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. നമ്മുടെ കയ്യിൽ കുഞ്ഞു പാവങ്ങളായിട്ടിരുന്നവർ, നമ്മളെ മാത്രം ചുറ്റിപ്പറ്റി നടന്നവർ ഇതേ ഇപ്പോൾ സ്കൂളിലേക്കും അംഗൻവാടിയിലേക്കും പോകാൻ തുടങ്ങിയല്ലേ. നമ്മളിൽ നിന്ന് മാറി കുറച്ചു നേരം അവരുടേതായിട്ടുള്ള ലോകത്തേക്ക്. അംഗൻവാടിയിലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ വലിയ ദൂരത്തേക്കൊന്നും അല്ല കേട്ടോ പോയത്. ഞങ്ങളുടെ വീടിൽ നിന്ന് 2 വീട് അപ്പുറയാണ് ഹന്നമോളുടെ അംഗൻവാടി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രവേശനോത്സവ ദിവസത്തിൽ ഹന്നമോൾ ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം ഹന്നമോളുടെ പപ്പയും മമ്മിയും പിന്നെ കൊച്ചുപപ്പയും ഹന്നമോളുടെ മുത്തശ്ശനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ആദ്യത്തെ ദിവസം, അതായത് പ്രവേശനോത്സവത്തിൻ്റെ ദിവസം ഹന്നമോള് പോയി കേട്ടോ. ചില കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞെങ്കിലും ഹന്നമോള് മാത്രം കരഞ്ഞില്ല. പക്ഷെ പിറ്റേ ദിവസം തൊട്ട് കഥ മാറിയേ. 2ാമത്തെ ദിവസം ഞാൻ കൊണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഞാൻ പോകാൻ വേണ്ടി തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഹന്നമോള് കരയാൻ തുടങ്ങി. ടീച്ചർ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു കേട്ടോ, ഹന്നമോള് കരച്ചിലാണെന്നൊക്കെ പറഞ്ഞു. വിളിക്കാൻ ചെന്നപ്പോഴുള്ള കാഴ്ചയാണ്. എന്ത് കരച്ചിലായിരുന്നെന്നറിയോ? ഹന്നമോള് കരയുന്നത് കേട്ട് മറ്റു കുഞ്ഞുങ്ങളും കരയാൻ തുടങ്ങി. വളരെ കരഞ്ഞും നിലവിളിച്ചൊക്കെയാ ഹന്നമോളന്ന് വന്നത്. പക്ഷേ ഇത് നമ്മൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ളൊരു കാര്യമാണല്ലേ. ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വേറൊരിടത്തേക്ക് പോകുമ്പോൾ ഒരു സങ്കടം. പക്ഷെ അടുത്ത ദിവസം മുതൽ ഹന്നമോളും വളരെ ഹാപ്പി ആയിട്ട് തന്നെ അംഗൻവാടി പോകാൻ തുടങ്ങി. അന്ന് കരയാത്തവരൊക്കെ പിന്നീട് കരയാൻ തുടങ്ങിയെങ്കിലും ഹന്നമോൾക്ക് ഇപ്പോൾ നേഴ്സറി പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്.